നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ പുതുതായി 129 പുതിയ കേസുകളും 215 രോഗമുക്തിയും രേഖപ്പെടുത്തി. ഇതോടെ ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 7,49,044 രോഗമുക്തരുടെ എണ്ണം 7,31,219 പുതുതായി ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്തെ ആകെ മരണം 9,021. നിലവിൽ 8,804 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. ഇവരിൽ 256 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയെ തുടരുന്നു. സൗദിയിൽ നിലവിലെ കോവിഡ് മുക്തി നിരക്ക് 97.62%, മരണനിരക്ക് 1.20%. റംസാൻ അടുത്തതോടെ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പണപ്പിരിവ് കൂടിയെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളുള്ളപ്പോൾ തട്ടിപ്പിൽ കുടുങ്ങരുതെന്നും അധികൃതർ. കഥനകഥകൾ വിവരിച്ചുള്ള സന്ദേശങ്ങളിൽ കൂടുതലും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നത്. ആരാധനാലയ, വിദ്യാലയ നിർമ്മാണം, ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും വിശ്വസിക്കരുത് എന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. കുവൈറ്റിൽ ശ്മശാനങ്ങളിൽ മരണാനന്തര ചടങ്ങുകളുടെ ചിത്രീകരണം വിലക്കി മുനിസിപ്പാലിറ്റി. അനുമതി കൂടാതെ കബറടക്ക ചടങ്ങുകളുടെ ഫോട്ടോ, വീഡിയോ എന്നിവ പകർത്തുന്നവരിൽ നിന്ന് 5000 ദിനാർ വരെ പിഴ ഈടാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഫ്യൂണറൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ഫൈസൽ അൽ അവാദിയാണ് ഇക്കാര്യം അറിയിച്ചത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ പ്രൊഫഷണൽ ക്യാമറകൾ ഉപയോഗിച്ചോ സംസ്കാര ചടങ്ങുകൾ പകർത്തുന്നത് വിലക്കിക്കൊണ്ട് മുനിസിപ്പൽ ചട്ടങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായിൽ പ്രവാസി വ്യവസായിയുടെ കാറിൽ നിന്ന് 6 ലക്ഷം ദിർഹം കവർന്ന സംഘത്തിന് ശിക്ഷ വിധിച്ചു. മോഷണത്തിൽ പങ്കെടുത്ത 5 പേർക്കും 5 വർഷം തടവും അതിനുശേഷം നാടുകടത്താനുമാണ് ദുബായ് ക്രിമിനൽ കോടതിയുടെ ഉത്തരവ്. വ്യവസായിയുടെ അംഗരക്ഷകനായി ജോലി ചെയ്തിരുന്ന ആഫ്രിക്കക്കാരനും പ്രതികളിൽപ്പെടുന്നു. നാദൽ ഷെബയിലെ വ്യവസായിയുടെ വസതിയിൽ കയറാൻ അംഗരക്ഷകൻ മറ്റ് പ്രതികളെ അനുവദിക്കുകയായിരുന്നു. വാഹനത്തിൽ 2 കവറുകളിലായി സൂക്ഷിച്ചിരുന്ന പണമാണ് പ്രതികൾ മോഷ്ടിച്ചത്. മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വ്യവസായി തന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ഇതിൽ നിന്നാണ് അംഗരക്ഷകനും മോഷണത്തിൽ പങ്കുള്ളതായി മനസ്സിലായതെന്ന് പോലീസ് രേഖകൾ വ്യക്തമാക്കുന്നു. UAE സർക്കാർ മന്ത്രാലയങ്ങൾക്കും ഫെഡറൽ സർക്കാർ ജീവനക്കാർക്കുമുള്ള റംസാൻ മാസത്തിലെ ഔദ്യോഗിക പ്രവൃത്തി സമയം UAE സർക്കാർ പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് റംസാനിൽ ഔദ്യോഗിക പ്രവൃത്തി സമയം തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും ആയിരിക്കും. വെള്ളിയാഴ്ചകളിൽ താമസ സ്ഥലങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതിനുള്ള ഫ്ലെക്സിബിൾ റിമോട്ട് വർക്കിംഗ് രീതികൾ അനുവദിക്കും. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും ഇത്. കുവൈറ്റിൽ 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വാക്സിൻ വിതരണം പുരോഗമിക്കുന്നു. 1 മാസത്തിനിടെ 1/4 ലക്ഷം കുട്ടികൾക്ക് വാക്സിൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഫെബ്രുവരി 3 മുതലാണ് കുട്ടികൾക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകി തുടങ്ങിയത്. ഇതുവരെ 25,000-ൽ പരം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായാണ് കണക്ക്. ഈ പ്രായവിഭാഗത്തിൽ രാജ്യത്തെ മൊത്തം കുട്ടികളുടെ 6% ആദ്യ ഡോസ് സ്വീകരിച്ചു. ഒമാൻ അസംസ്കൃത എണ്ണവില കുറഞ്ഞു. തിങ്കളാഴ്ച $190.91 ആയിരുന്നു എണ്ണവില. ചൊവ്വാഴ്ച ബാരലിന് $100 താഴ്ന്നിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് $9.91 കുറഞ്ഞിരിക്കുന്നത്. റഷ്യൻ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് എണ്ണവില ഇത്രയും താഴുന്നത്. കഴിഞ്ഞ മാസം 28-ന് ശേഷമുള്ള കുറഞ്ഞ നിരക്കാണിത്. അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ ചില രാജ്യങ്ങളുടെ എണ്ണവില $100 താഴെ എത്തിയിട്ടുണ്ട്. സൗദിയിൽ തൊഴിലുടമയും ജീവനക്കാരും തമ്മിലുള്ള കരാർ ബന്ധം മെച്ചപ്പെടുത്തൽ സംരംഭം കേവലം 1 വർഷത്തിനുള്ളിൽ തന്നെ വിജയം കാണുന്നു. സ്വകാര്യ മേഖലകളിലെ എല്ലാ പ്രവാസികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും തൊഴിൽ വിപണി കൂടുതൽ ആകർഷണീയമാക്കുന്നതിനുമായി സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് 2021 മാർച്ച് 14-ന് പദ്ധതി ആരംഭിച്ചത്. നിയന്ത്രണങ്ങളോടെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും തങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന വിധത്തിലാണ് സംരംഭം ആവിഷ്കരിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.